കഴിഞ്ഞ ക്ലാസ് ദ ചെയിൻ ഓഫ് ലൈഫ് ആ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. പാർട്ട് 1 ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പാർട്ട് 2 ആണ് ഈ ക്ലാസ്സിൽ. പാർട്ട് 1 കണ്ടിട്ടില്ലാത്ത മക്കൾ ഓടിപ്പോയി പാർട്ട് 1 കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് വാസസ്ഥലവും ആഹാരവും. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇനിയും ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ചിത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചിത്രം ശ്രദ്ധിച്ചിട്ട് മക്കൾ പറയണം ഇതിനകത്ത് ഏതൊക്കെ ജീവികളുണ്ട് അതിൻ്റെ എല്ലാം പേര് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് മക്കൾ ആ പേരുകളെല്ലാം എഴുതി വെക്കുക. ഓക്കെ, ഇനി മിസ് ആൻസർ പറയാം. പോസ് ചെയ്ത് മക്കളെല്ലാവരും എഴുതണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എന്തൊക്കെ ജീവികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നമുക്ക് ഡ്രാഗൺ ഫ്ലൈ കാണാം, ഡ്രാഗൺ ഫ്ലൈനെ കാണാം. തുമ്പി അല്ലേ, നമുക്ക് കൊക്കിനെ കാണാം. പിന്നെ തവള അല്ലെങ്കിൽ ഫ്രോഗിനെ കാണാം. പുൽച്ചാടി അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പറിനെ കാണാം. നമുക്കൊരു ഞണ്ടിനെ കാണാം, ക്രാബിനെ കാണാം. നമുക്ക് മീനിനെ കാണാം, ഫിഷ്. പിന്നെ ആമ, ടേർട്ടിലിനെ കാണാം. പിന്നെ ആരാ ഉള്ളത്? കാക്കനെ കാണാം അല്ലേ, ക്രോ. പിന്നെ ഒച്ചിനെ കാണാം, സ്നെയിൽ. അപ്പം ഇത്രയും ആനിമൽസിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വേറെ 2 ആനിമൽസ് ഉണ്ട്, ഒരു വേം, പിന്നെന്താ ഒരു പാമ്പ്. സോ ഒരു വേം, ഒരു സ്നേക്ക്. അപ്പം ഇത്രയും ജീവികൾ കൂടെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ മിസ്സ് പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ പിക്ചർ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ഈ പേരുകൾ എഴുതുക. ഓക്കെ, ഈ ചിത്രത്തിലുള്ള ജീവികളുടെ പേര് എഴുതുക. റൈറ്റ് ഡൗൺ ദ ക്രീച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ജീവികളിലൊക്കെയും സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളെ നമ്മൾ ഇവിടെ എഴുതുക. അതായത് വിച്ച് ഓഫ് ദിസ് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പിക്ചർ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്ലാന്റ്സിനെ തിന്നുന്നത്? പ്ലാന്റ്സോ അല്ലെങ്കിൽ പ്ലാന്റ് പാർട്സോ തിന്നുന്ന ഏതൊക്കെ ജീവികളുണ്ട്? നമുക്കറിയാം ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ആദ്യം മക്കൾ ഗസ് ചെയ്ത് എഴുതാൻ നോക്കണം കേട്ടോ, വീഡിയോ പോസ് ചെയ്തിട്ട്. പിന്നെ ആദ്യം ഗ്രാസ് ഹോപ്പർ ഉണ്ട്, പിന്നെ നമുക്കറിയാം സ്നെയിൽ ഉണ്ട്. അപ്പോൾ വിച്ച് ഓഫ് ദിസ് ക്രീച്ചേഴ്സ് ഫീഡ്സ് ഓൺ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി സ്മോൾ ഫിഷസ് ഉണ്ട്. അതല്ലാതെ 2 പേരുടെയും കൂടി പേര് നമ്മളിവിടെ എഴുതണം. അപ്പോൾ ഒന്ന് ഗ്രാസ് ഹോപ്പർ, പിന്നെ സ്നെയിൽ. പിന്നെ സ്നെയിലുണ്ട് അല്ലേ, ഗ്രാസ് ഹോപ്പർ. അപ്പോൾ ഈ 2 പേരുകളുടെ അവിടെ ചേർക്കുക. ഓക്കെ, പിന്നീടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികളുണ്ട്? ഇനി ഇതിനകത്തു നിന്ന് കുഞ്ഞു ഫിഷിനെ ഏതൊക്കെ ജീവികളാണ് തിന്നുന്നത്? നമുക്കറിയാം കൊക്ക് അല്ലെങ്കിൽ ക്രെയിൻ തിന്നും അല്ലേ. ഓൾറെഡി ഒരു ചെറുമീനെ അകത്താക്കിയിട്ടുണ്ട് ഈ ക്രെയിൻ. കണ്ടോ, സൂക്ഷിച്ചു നോക്കിക്കേ. ഓൾറെഡി ഒരു ചെറുമീനെ അകത്താക്കിയിരിക്കുമോ ഈ കൊക്ക്. അപ്പം വിച്ച് ക്രീച്ചർ ഫീഡ്സ് ഇൻ സ്മോൾ ഫിഷസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊക്കിൻ്റെ പേര് എഴുതാം, കൊക്ക് അല്ലെങ്കിൽ ക്രെയിൻ. പിന്നെ എന്താ ഉള്ളത്? പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, ക്രാബ്. ക്രാബും ഇവിടെ സ്മോൾ ഫിഷസിനെ കഴിക്കും അല്ലേ. അപ്പോൾ ആ 2 പേരുകളുടെ നമ്മളവിടെ കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമുക്കറിയാം ഈ പിക്ചറിലുള്ളത് എല്ലാ ജീവിയും ഇതിലുള്ള തന്നെ ഏതിനെയെങ്കിലുമൊക്കെ ആഹാരമാക്കുന്നുണ്ടല്ലേ. ചെറിയ മീനുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സസ്യങ്ങളെ ആഹാരമാക്കുന്നുണ്ട്. വലിയ മീനുകളെ നമ്മൾ നോക്കുമ്പോൾ അവർ ചെറുമീനുകളെ ആഹാരമാക്കുന്നുണ്ട്. ഇപ്പം കൊക്കിനെ നോക്കുകയാണെങ്കിൽ കൊക്ക് മീനെ കഴിക്കും. പിന്നെ വേറെ ജീവികളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത്, സോ ഇഫ് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ദ സെയിം ഇൻ ഇംഗ്ലീഷ്, വാട്ട് ഹാപ്പൻസ് ഇസ് വി നോ ദാറ്റ് ഓൾ ദ ക്രീച്ചേഴ്സ് are feeding on some other organisms. So everybody in this picture is feeding on one or the other. Okay, so the crane is feeding itself with a small fish. Okay, the frog is feeding itself with the grasshopper, or the crab is again pointing out on small fishes.
the snail is actually eating these grass or things related. So everyone over here is feeding on some other organisms. So small fishes, what do they eat? These small fishes are going to eat the plants. Okay, അണ്ടർഗ്രൗണ്ടിൽ തന്നെ പ്ലാന്റ്സ് ഉണ്ടാവും, അതിനെ കഴിക്കും. പിന്നെ ലാർജ് ഫിഷസ് എന്ന് പറയുമ്പം ദ ലാർജ് ഫിഷസ് ആർ ഗോയിങ് ടു ഫീഡ്. അപ്പോൾ വലിയ മീനുകൾ എന്ത് ചെയ്യും? ലാർജ് ഫിഷസ് ആർ ഗോയിങ് ടു ഫീഡ് ഓൺ ദ സ്മോൾ ഫിഷസ്. പിന്നെ ക്രെയിൻസ് ആർ ഫീഡിങ് ഓൺ ദ ഫിഷസ്. അപ്പോൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓർഗാനിസംസ് കഴിക്കുന്നുണ്ട് ഈച്ച് അതറിനെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇല്ലസ്ട്രേഷൻസ് നമ്മൾ അതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്ക് എന്താ എക്സസൈസ് ഉള്ളത്? പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അവിടെ സസ്യമുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് പ്ലാന്റിനെ സ്മോൾ ഫിഷ് കഴിക്കും അല്ലേ? ഈ ഒരു സസ്യത്തെ ചെറുമീൻ കഴിക്കും. ഈ ചെറിയ മീനെ ആര് കഴിക്കും? ഒരു വലിയ മീൻ കഴിക്കും. ഈ വലിയ മീനെ ആര് കഴിക്കും? ക്രെയിനെ കഴിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇലസ്ട്രേഷൻ ഉണ്ടാക്കണം. അപ്പോൾ എന്തായിരുന്നു? ആദ്യം പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സിനെ ഈ കുഞ്ഞു മീൻ കഴിച്ചു. പിന്നെ ഈ മീനെ വലിയ മീൻ കഴിച്ചു. ഈ വലിയ മീനെ ക്രെയിൻ കഴിച്ചു. അങ്ങനെ, അല്ലെങ്കിൽ കൊക്ക് കഴിച്ചു. അങ്ങനെ നമ്മളൊരു ഇലസ്ട്രേഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഇലസ്ട്രേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഒരു സസ്യത്തെ ഒരു കുഞ്ഞു മീൻ കഴിച്ചു, അല്ലെങ്കിൽ ചെറിയ മീൻ കഴിച്ചു. ആ ചെറിയ മീനെ വലിയ മീൻ കഴിച്ചു. ആ വലിയ മീനെ കൊക്ക് കഴിച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സസ്യം, വേമുണ്ട് അല്ലേ? പുഴുവുണ്ട്. അപ്പോൾ ഈ പുഴുവിനെ ആരാണ് കഴിക്കാൻ സാധ്യതയുള്ളത്? നമ്മളിവിടെ നോക്കിക്കേ, എവിടെയാണ് പുഴു? പുഴു ഇവിടെ ഉണ്ട്. അപ്പം പുഴു ഈ സസ്യത്തിനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ പുഴുവിനെ കഴിക്കാൻ ആർക്കാണ് പറ്റുന്നത്? ഇവിടെയുള്ള പല ആൾക്കാരും ഈ പുഴുവിനെ കഴിക്കും. പക്ഷേ ഇപ്പം നമുക്ക് കാക്കനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ക്രോ എന്ന് എഴുതും. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ അഗൈൻ പ്ലാന്റ്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ്, വേം ആൻഡ് വേം ഇസ് ബീങ് ഈറ്റൻ ബൈ ക്രോ. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം എന്താണ് പ്ലാന്റിന് ഏതാണ് വേറെ നമ്മൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് പ്ലാന്റിൽ നിന്ന് ഒരു ജീവനെ നോക്കിക്കേ, എന്താണ് പറയാൻ പറ്റുന്നത്? ഇവിടെ ആരാ ഉള്ളത്? പുൽച്ചാടി ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പുൽച്ചാടീനെ എഴുതാം, ഗ്രാസ് ഹോപ്പർ. അപ്പോൾ ഈ ഗ്രാസ് ഹോപ്പറിനെ ആരാ കഴിക്കുന്നത്? ഫ്രോഗ്. ഈ ഫ്രോഗിനെ ആരാ കഴിക്കുന്നത്? പിന്നെയും കൊക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ചിത്രീകരണം നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്ന് പറയുന്നത് കണ്ണി ചേർക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം മാനിനെ, മുയലിനെ, പുൽച്ചാടി, ഓക്കെ, ഇവരൊക്കെ എന്താണ് കഴിക്കുന്നത്? സസ്യങ്ങളാണ് ആഹാരമാക്കുന്നത് അല്ലേ? ദി ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ ഓൾ പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ്. അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് വരുന്നത്. ഓക്കെ, ഇനിയും ഈ സസ്യം. ഓക്കെ, അപ്പോൾ ഇനി ഇവരെ ആരാണ് കഴിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് ഉണ്ട്. ഓക്കെ, ഈ പ്ലാന്റിനെ തിന്നുന്ന ഒരു ഡിയർ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റ് കഴിക്കുന്ന ഒരു റാബിറ്റ് ഉണ്ട്. പിന്നെ ഒരു പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റിനെ കഴിക്കുന്ന ഒരു ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ഇനി നമ്മൾ എഴുതേണ്ടതെന്ന് പറയുന്നത് ഈ ഗ്രാസ് ഹോപ്പറിനെ ആരാണ് കഴിക്കാൻ സാധ്യത? എന്താ എഴുതേണ്ടത്? ബേർഡ്സ് അല്ലേ? ഈ ഗ്രാസ് ഹോപ്പറിനെ ഈ ഗ്രാസ് ഹോപ്പറിനെ ആദ്യം നമുക്ക് എഴുതാം. സസ്യം, ഗ്രാസ് ഹോപ്പർ. ഈ ഗ്രാസ് ഹോപ്പറിനെ ആർക്കൊക്കെ തിന്നാൻ പറ്റും? ബേർഡ്സിന് തിന്നാൻ പറ്റും അല്ലേ? ബേർഡ്സിന് തിന്നാൻ പറ്റും. പിന്നെ ഫ്രോഗിന് തിന്നാൻ പറ്റും. അപ്പോൾ ബേർഡ്സ് അല്ലെങ്കിൽ ഫ്രോഗ് തിന്നു എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ ഉള്ളത്? പ്ലാന്റ്സ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. ഇനി റാബിറ്റിനെ ആര് കഴിക്കാൻ പറ്റും? നമുക്ക് എഴുതാം ടൈഗർ. കുറേ പേരുണ്ടല്ലേ, ടൈഗറിന് കഴിക്കാൻ പറ്റും, ലയണിന് കഴിക്കാൻ പറ്റും, അങ്ങനെ പല പല ജീവികൾക്ക് കഴിക്കാൻ പറ്റും. അപ്പം മക്കൾക്ക് ആരാണോ ഇഷ്ടം അവരെ എഴുതാം. ചിലപ്പോൾ ലയണിന് എഴുതാം, ടൈഗറിന് എഴുതാം, കടുവ, സിംഹം, ആരാന്ന് വെച്ചാൽ എഴുതും അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഡിയറാണ്. പ്ലാന്റിനെ ഡിയർ കഴിക്കുകയാണ്. അപ്പോൾ ഈ ഡിയറിനെ ആര് കഴിക്കാം? ഇനി നമുക്ക് ലയണിന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ണി ചേർത്ത്
നമ്മൾ ഈ ഒരു എക്സസൈസും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫുഡ് റിലേഷൻഷിപ്പിനെയാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഫുഡ് റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം, ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഓക്കെ, ഈ പ്ലാന്റിന് കഴിക്കുന്നത് ആരാണ്? ഗ്രാസ് ഹോപ്പർ. ഈ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്നത് ആരാണ്? ബേർഡ്. ഈ ബേർഡിനെ കഴിക്കുന്ന ആരാണ്? ഒരു ഫോക്സ്. ഈ ഫോക്സിനെ ആരാണ് പിന്നെ കഴിക്കുന്നത്? ഒരു വൾച്ചർ അല്ലേ? അപ്പോൾ ഇതിനെയാണ്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? ആഹാരത്തിനായിട്ട് ഓരോ ജീവികളും പരസ്പരം ആശ്രയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഇവിടെ ഒരു മരമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രാസ് ഉണ്ട്. ഈ ഗ്രാസിനെ ആശ്രയിച്ചാണ് ഈ മാൻ നിൽക്കുന്നത്. ഈ മാനിനെ ആശ്രയിച്ചാണ് ഈ കടുവ നിൽക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ? ഇത്രയും നമ്മൾ എക്സസൈസുകളെല്ലാം ചെയ്തപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ എക്സസൈസും ഉണ്ട്. അതായത് പൊന്മാൻ്റെ നോക്കുമ്പോൾ പൊന്മാൻ ആരെ ആശ്രയിച്ചാണ്? ആ മീനിനെ ആശ്രയിച്ചാണ് അവരുടെ വീട് വരെ അവർ കെട്ടിയിരിക്കുന്നത് അല്ലേ? ആ റിവർ ബാങ്കിൻ്റെ സൈഡിൽ. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. സോ ലിവിങ് ബീയിങ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. അപ്പോൾ ലിവിങ് ബീയിങ്സ്, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് among them is called as a food web. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുഡ് വെബ് എന്ന് പറയുന്നത്, അപ്പോൾ ഫുഡ് വെബ് എന്ന് പറയുന്നത് എന്താ? ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഇവിടെ ഗ്രാസിന് എന്തൊക്കെ വേണം? മാനും വേണം, ഈ പശു അല്ലെങ്കിൽ ഇതിനും ഈ ഒരു ജീവിക്കും വേണം, ഈ ഒരു ഇതിനെ പുൽച്ചാടിക്കും വേണം, എലിക്കും വേണം, പൂച്ചയ്ക്കും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേഷൻഷിപ്പാണ് അല്ലേ? പരസ്പര ബന്ധമാണ്. ഈ ഒരു പരസ്പര ബന്ധത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലം. ഇങ്ങനെ നമ്മൾ ഫുഡ് വെബിനെ വിളിക്കുന്നത്. ഓക്കെ, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ ഒരു പരസ്പര ബന്ധത്തിനെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് നമ്മൾ പറയുന്നത്. ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഫുഡ് വെബ് എന്താണ് എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ ആരെങ്കിലും നാളെ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഫുഡ് വെബ് അല്ലെങ്കിൽ എന്താണ് ആഹാര ശൃംഖലാജാലം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ ബന്ധത്തിനെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ അനദർ ഫോർ ഫുഡ്. അപ്പോൾ ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് അമംഗ് ദം ഇസ് കോൾഡ് ആസ് എ ഫുഡ് വെബ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഒരു സസ്യത്തിനെ തരും, ഒരു സ്മോൾ ഫിഷ് തരും. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലാങ്ക് വരുന്നത്. ഇവിടെ ക്രെയിൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ഫില്ല് ചെയ്യും? ലാർജ് ഫിഷ് എന്ന് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രോഗ് എന്ന് ഫില്ല് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ യോജിക്കുന്ന കാര്യങ്ങൾ എഴുതണം. ആനിമൽസ് ഇപ്പം ഇവിടെ നമുക്കറിയാം അല്ലേ? ക്രെയിൻ തിന്നുന്നത്, ഫ്രോഗ്സ് സ്മോൾ ഫിഷിനെ തിന്നും, ലാർജ് ഫിഷും സ്മോൾ ഫിഷിനും. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രോഗ് എഴുതിയാലും കറക്റ്റ് തന്നെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് കറക്റ്റ് ഉത്തരങ്ങൾ എഴുതണം. ഓക്കെ മക്കളെ? അപ്പോൾ നമുക്ക് ഫുഡ് വെബ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോ എക്സിസ്റ്റൻസ് ഇൻ ദ സീ. അപ്പം ഈ നമുക്കറിയാം കടലിലും ഇതുപോലെ തന്നെ ഫുഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പം ഇതുവരെ നമ്മൾ എന്താണ് കണ്ടത്? കരയിലെ പലതരം ആഹാര ബന്ധങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനിയും ഇത്തരത്തിൽ നമുക്കറിയാം കടലിലും ഒരുപാട് ആഹാര ബന്ധങ്ങളുണ്ട്. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ ഒരു ഫോട്ടോ കണ്ടല്ലേ? ഷാർക്കിൻ്റെ ഫോട്ടോ കണ്ടു, സാഡൈൻ അല്ലെങ്കിൽ മത്തിയുടെ ഫോട്ടോ കണ്ടു. ഉച്ചയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടെങ്കിൽ ഈ മത്തിയുടെ ഫോട്ടോ കണ്ടപ്പോൾ സന്തോഷമായി കാണും. ഇനിയും അടുത്തത് എന്താണ് നമ്മൾ കാണുന്നത്? സ്മോൾ ഫിഷ്, ചെറിയ മീനുകൾ, പിന്നെ സീ ടേർട്ടിൽ, കടലാമ, പിന്നെ എന്താണ്? പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ പ്ലവകങ്ങൾ. ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടു. ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജലാശയങ്ങളിൽ തന്നെ സ്വതന്ത്രമായിട്ട് നമുക്കറിയാം ചെറിയ സസ്യങ്ങളാണ് ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ,
So planktons are small plants that flow freely in water bodies and they are the producers in the habitat system of the ocean. അപ്പം ഇത് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു ചെറിയ സസ്യങ്ങളാണ്. അതായത് ഇവരും ഒരു ടൈപ്പ് സ്മോൾ പ്ലാന്റ്സ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മൾ ഈ ഡിസ്കവറി ചാനലിലൊക്കെ ഇങ്ങനത്തെ കുഞ്ഞ് ഈ പച്ച കളറിലെ സാധനങ്ങൾ ഈ സമുദ്രത്തിൻ്റെ ആ ബോട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവതിങ്ങനെ ഒഴുകി നടക്കും സമുദ്രത്തിൽ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ സമുദ്രത്തിൻ്റെ എക്കോസിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്ലാങ്ക്ടൺ. അപ്പം ഇപ്പം നമ്മൾ സമുദ്രത്തിനെ പറ്റിയാണല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും 5 പേരെ നമ്മളിവിടെ കണ്ടു. ഒരു സ്രാവിനെ കണ്ടു, ഷാർക്കിനെ കണ്ടു, സാർഡൈൻ മത്തിനെ കണ്ടു, ചെറുമീനുകൾ സ്മോൾ ഫിഷസ്, പിന്നെ സീ ടേർട്ടിൽ കടലാമ, പിന്നെ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ പ്ലവകങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മളെല്ലാവരും കണ്ണടച്ചിട്ട് ഇപ്പം നമ്മളെല്ലാവരും സ്കൂബ ഡൈവിങ് ചെയ്യുമെന്ന് വിചാരിച്ചു. സ്കൂബ ഡൈവിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു മാസ്ക് ഒക്കെ വെക്കും അല്ലേ, അണ്ടർ വാട്ടറിൽ പോകുന്നതിന് മുന്നേ. അപ്പോൾ ആ മാസ്ക് എല്ലാം വെച്ച് നിങ്ങളെല്ലാവരും ഒരുമിച്ച് മിസ്സിൻ്റെ കൂടെ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് സമുദ്രത്തിൻ്റെ അടിയിൽ കണ്ണടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ചേച്ചി പറയുന്ന അല്ലെങ്കിൽ മിസ്സ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ഓർക്കണം, കണ്ണടച്ചിട്ട് ഓർക്കണം. അപ്പം നമ്മൾ സമുദ്രത്തിന് താഴിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ ഒരുപാട് പ്ലാങ്ക്ടൺസ് കാണുന്നുണ്ട്. ആ പച്ച കളറിലെ നമ്മളറിയാം പായൽ പോലെ ഇരിക്കും, അതുപോലത്തെ പ്ലവകങ്ങളെ നമ്മളിങ്ങനെ കാണും. അപ്പോൾ പ്ലവകങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾക്കിങ്ങനെ സന്തോഷമായി. ആ പ്ലവകങ്ങളുടെ സൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ചെറുമീനുകൾ ഇങ്ങനെ വരിക. ഒരു 1000 ചെറുമീനുകൾ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്ത് രസമുണ്ടല്ലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കി നിൽക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചെറുമീനുകളെ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു കൂട്ടം മത്തികൾ വന്നിട്ട് ഈ ചെറുമീനുകളെ അങ്ങ് വിഴുങ്ങുകയായിരിക്കും. അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് ഞെട്ടും. അത് കഴിഞ്ഞ് ഈ മത്തി ഇങ്ങനെ മത്തിക്കൂട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 2 കടലാമ വന്ന് ഈ മത്തികളുടെ കുറച്ച് മത്തി കൂട്ടത്തിലെ ആ കുറച്ച് മത്തീനെ ഈ കടലാമ തിന്നുന്നതായിട്ട് നമ്മൾ കാണും. അപ്പം നമ്മൾ വീണ്ടും ഞെട്ടും. നമ്മൾ ഞെട്ടിയിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ സൈഡിലൂടെ ഒരു ഷാർക്ക് ഇങ്ങനെ വരുന്നത്, ഒരു സ്രാവ് വരുന്നത്. ഇമാജിൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, കണ്ണ് തുറന്നല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്രാവ് വന്നിട്ട് അല്ലെങ്കിൽ ആ ഷാർക്ക് വന്നിട്ട് ഈ കടലാമയെ പെട്ടെന്ന് തിന്നു. ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാവരും കണ്ണ് തുറക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പഠിച്ച ഫുഡ് വെബിനെ പറ്റി അല്ലേ. അപ്പോൾ ആ ഫുഡ് വെബ് തന്നെയാണ് നമ്മളിപ്പം ഇമാജിൻ ചെയ്തപ്പോൾ കണ്ടത്, ആ ഒരു ഫുഡ് വെബ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഒരു പ്ലാങ്ക്ടൺ ഉണ്ടായിരുന്നു. ഈ പ്ലാങ്ക്ടനെ തിന്നുകൊണ്ടിരുന്നതായിരുന്നു സ്മോൾ ഫിഷ്. സ്മോൾ ഫിഷ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ വീഡിയോകളിലൊക്കെ, ഒരുപാട് മീനുകൾ. അപ്പോൾ ഈ സ്മോൾ ഫിഷിനെ തിന്നുന്നതാണ് മത്തി അല്ലെങ്കിൽ സാർഡൈൻ. ഈ സാർഡൈനെ തിന്നുന്ന എന്താണ്? സീ ടേർട്ടിൽ. പിന്നെ ഷാർക്ക് വന്ന് ഈ സീ ടേർട്ടിലിനെ തിന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കരയിൽ എങ്ങനെയാണോ ആഹാര ബന്ധങ്ങൾ അല്ലെങ്കിൽ ഫുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ കടലിലും വിവിധ തരമായിട്ടുള്ള ആഹാര ബന്ധങ്ങളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്ലാങ്ക്ടൺസിനെ പറ്റി നിങ്ങൾ പഠിക്കുക, മറക്കരുത്. മിസ്സ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ് ആൻഡ് ദേ ആർ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റാറ്റ് സിസ്റ്റം ഓഫ് ദി ഓഷ്യൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓർഗാനിസംസ്. ഓക്കെ, നമ്മൾ ഓർഗാനിസംസും ഒരു ഫുഡ് വെബ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഷാർക്ക് എന്താണത് കഴിക്കുന്നത്? ഷാർക്ക് കഴിക്കുന്നത് സ്ക്വിഡ്. നല്ലപോലെ എഴുതാം. ഷാർക്ക് എന്തിനെ കഴിക്കും? ഫിഷിനെ കഴിക്കും, സീ ടേർട്ടിലിനെ കഴിക്കും. ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഫുഡ് ഓർഗാനിസം എന്നാണ്, ഫുഡ് എന്നാണ്. സാർഡൈൻ എന്താണ് കഴിക്കുന്നത്? സ്മോൾ ഫിഷിനെ കഴിക്കും, പ്ലാങ്ക്ടനെ കഴിക്കും. സീ ടേർട്ടിൽ എന്താണ് കഴിക്കുന്നത്? പ്ലാന്റ് പാർട്സിനെ കഴിക്കും, ഫിഷസിനെ കഴിക്കും. സ്മോൾ ഫിഷസ് എന്താണ്? പ്ലാങ്ക്ടനെ കഴിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓർഗാനിസത്തിൻ്റെ ഫുഡും വരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ ചുറ്റിനുമുള്ളത്, നമ്മുടെ പരിസരത്തുള്ള ഒരു മരത്തെ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ നിരീക്ഷിച്ച് നിൽക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും ഒരുപാട് ജീവജാലകൾ ആ മരത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്, അവരുടെ ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പം
നിങ്ങൾ അതിനെ നോക്കി ഒരു ഫുഡ് വെബ് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, ഇനി ഫുഡ് വെബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടീച്ചറെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഒബ്സർവ് എ ട്രീ ഇൻ യുവർ സറൗണ്ടിങ്ങിലുള്ള ഒരു മരത്തെ ഒബ്സർവ് ചെയ്തിട്ട് യു ഹാവ് ടു ക്രിയേറ്റ് എ ഫുഡ് വെബ് ഇൻ യുവർ ഡയറി ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദി ഓർഗാനിസംസ് യു ഹാവ് ഒബ്സർവ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും നേരമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫുഡ് റിലേഷൻഷിപ്പ്, ഫുഡ് വെബിനെ ഒക്കെ കുറിച്ചാണ്. അത് ബോത്ത് ലാൻഡ് ആൻഡ് നൗ വീവ് ഓൾറെഡി ലേൺഡ് വാട്ട് ഈസ് ദെയർ ഇൻ ദ സീ ഓൾസോ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇനി ഒരു എക്സസൈസ് മിസ് തരാൻ പോവാണ്. ഇനി നമ്മൾ ഈ ഒരു പിക്ചർ നമ്മൾ നോക്കിയിരിക്കുമല്ലേ. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് പിക്ചർ, അതായത് ഇലസ്ട്രേഷൻ 1.3 വന്ന ആ ഒരു പിക്ചർ നോക്കുക. അവിടെ നമുക്ക് ഈ കുളത്തിനകത്ത് കുറച്ച് മീനെ കാണാമല്ലോ. അപ്പം ഈ കുളത്തിനകത്ത് കുറച്ച് മീനുണ്ട്. ഈ മീൻ എന്തൊക്കെയാണ് ഈ കുളത്തിൽ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ? ഒന്ന് ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്, സൂര്യപ്രകാശം വേണം അല്ലേ, സൂര്യപ്രകാശം വേണം. പിന്നെ എന്താണ് പറയുന്നത്, ഈ ചെറിയ മീനുകൾ ചിലപ്പോൾ എന്തായിരിക്കും കഴിക്കുന്നത്, അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിനെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം അതിനകത്ത് അക്വാട്ടിക് പ്ലാന്റ്സിന് ആവശ്യമാണ്. അപ്പോൾ സൺലൈറ്റ് ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ്, ഈ 2 കമ്പോണൻസ് ആണ് ആ ഒരു മീനിന് വേണ്ടത്. അപ്പം മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങളാണ് ആവശ്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്ന് സൂര്യപ്രകാശവും, ഒന്ന് അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ ജലസസ്യങ്ങൾ. അപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മക്കൾ എഴുതുക? വെള്ളം അല്ലേ, വാട്ടർ. വെരി ഗുഡ്. അപ്പം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം മാത്രമല്ല, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ നമുക്ക് വെള്ളം മാത്രമല്ല, വായു വേണം. പിന്നെ അവിടെ ചില എന്താ പറയുക, ചില സ്റ്റോൺസ് ഉണ്ട് അല്ലെങ്കിൽ ചില റോക്സ് ഉണ്ട് അവിടെ. എന്താണ് ആ കല്ലുകൾ? ഈ കല്ലുകളുടെ സൈഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ മുട്ടയിടുന്നത്. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ എന്നുവെച്ചാൽ മീനുകൾ മാത്രമല്ലല്ലോ ഉള്ളത്, പല ജീവികളും ഉണ്ട്. അപ്പം ആ റോക്ക് ചിലപ്പോൾ അവരുടെ വീടുകളായിട്ട് അവർ മാറ്റും. ചിലപ്പോൾ ചില ജീവികൾക്ക് മുട്ടയിടാൻ വേണ്ടിയുള്ള ആ ഒരു സ്ഥലമായിട്ടൊക്കെ ഈ റോക്സ് അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അടുത്ത എക്സസൈസിൽ, അതായത് നമ്മൾക്കറിയാം പട്ടിക 1.2 അല്ലെങ്കിൽ ടേബിൾ 1.2 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, കുളത്തിലെ മറ്റു ജീവികൾക്ക് നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമല്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സുമായിട്ട് നമ്മൾ ഈ കമ്പോണൻസിനെ കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മക്കൾ എഴുതണം ലിവിങ് തിങ്സ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു പിക്ചറിനകത്ത് എന്തൊക്കെയാണ് ലിവിങ് തിങ്സ് ആയിട്ടുള്ളത്? നമുക്കറിയാം, ഫിഷസ് ഉണ്ട്, ക്രെയിൻ ഉണ്ട്, ക്രാബ്, ഗ്രാസ് ഹോപ്പർ, സ്നെയിൽ, ഫ്രോഗ്, പിന്നെ ഡ്രാഗൺ ഫ്ലൈ, സീ ടേർട്ടിൽ, എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതണം ലിവിങ് തിങ്സിലേക്ക്. നോൺ ലിവിങ് തിങ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ സൺലൈറ്റ് എഴുതാം നമുക്ക്, പിന്നെ എയർ വേണം, വാട്ടർ, റോക്സ്. അപ്പോൾ അങ്ങനത്തെ 4 കാര്യങ്ങളോട് എഴുതുക. ഓക്കെ, അപ്പോൾ അതോടെ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് പാർട്ട് 3 ബാക്കിയുള്ള ക്ലാസ് ടീച്ചർ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ മക്കളെ.